إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടെല്ലാം നടത്തുകയാണ് വസിയത്ത് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറക്കി തന്ന വേദഗ്രന്ഥമാണ്. ആ ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ്. قول النبي صلى الله عليه وسلم وفعله وتقريره. ഹദീസ് സുന്നത്ത് എന്നൊക്കെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വാക്കുകളും പ്രവർത്തികളും മൗനാനുവാദങ്ങളും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. റസൂലുള്ളാഹി നമ്മളെ ഏൽപ്പിച്ചു പോയ രണ്ട് കാര്യങ്ങൾ ഖുർആനും സുന്നത്തുമാണ്. അതിനെ മുറുകെ പിടിക്കുന്നവൻ വഴിപഴക്കുകയും അതിൽ നിന്ന് ആരൊക്കെ മാറി സഞ്ചരിക്കുന്നുവോ അവരെല്ലാം നാശമടയുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മരംഗങ്ങളിലെല്ലാം മുസ്ലിമായി ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തും എന്തോ പഠിപ്പിച്ചത് അതനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് അതിൽ യാതൊരു സംശയമില്ല. എത്ര കണ്ട ആയത്തുകളുണ്ട് അത് മുഴുവൻ നമുക്ക് സ്വീകാര്യമാണ്. എന്നാൽ ഹദീസിന്റെ വിഷയത്തിൽ അത് ആരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, അതിന്റെ പരമ്പര എന്താണ്, സനദ് എന്താണ്, അതൊക്കെ കൃത്യമായി പരിശോധിച്ച് ശരിയായ മാർഗത്തിലൂടെ വന്ന ഹദീസുകളാണ് നമ്മൾ പ്രമാണമായിട്ട് സ്വീകരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വർത്തമാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറയിൽ നിന്ന് മറ്റൊരു സഹാബിയോ താബിയോ അങ്ങനെ കേട്ട് കേട്ട് താബിയിൽ നിന്ന് തബൂ താബി ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോകും. അവസാനം
ബുഖാരി, മുസ്ലിം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അവരൊക്കെ രേഖപ്പെടുത്തി, അവരൊക്കെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആൻ ലോകം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായ ഗ്രന്ഥം, പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയില്ലാത്ത, അതല്ലെങ്കിൽ പണ്ഡിതന്മാർക്കിടയിൽ എതിരായ ഒരു അഭിപ്രായമില്ലാത്ത വിഷയമാണ് സ്വഹീഹുൽ ബുഖാരിയാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ, അത് ഖുർആൻ കഴിഞ്ഞാൽ സ്വീകാര്യമായതാണ് എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള ഒരു വിഷയമാണ്. അത് കഴിഞ്ഞാൽ മുസ്ലിം. എന്നാൽ ഒരു വിഷയത്തിൽ ബുഖാരി മുസ്ലിമും യോജിച്ചാൽ അത്തരം ഹദീസുകൾക്കാണ് മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകൾ എന്ന് പറയാം. ആ ഹദീസുകളിൽ ഒന്നിനും യാതൊരു തർക്കവും ഇല്ല, യാതൊരു സംശയവും ഇല്ല. നമുക്ക് കണ്ണടച്ചു സ്വീകരിക്കാൻ പറ്റിയ ഹദീസുകളാണതെല്ലാം. ആ രൂപത്തിലുള്ള ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഹുജിബത്തിൻ നാർ ബിശ്ശഹവാത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരി. ആകെ രണ്ട് വാക്കുകൾ, ലളിതമായ വാക്കുകളിലൂടെ വളരെ വിശാലമായ അർത്ഥങ്ങളും ആശയങ്ങളും നൽകുന്ന ഒരു ഹദീസാണ്. എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുജിബത്തിൻ നാർ ബിശ്ശഹവാത്. ഇച്ഛകളെ കൊണ്ട്, ഇഷ്ടങ്ങളെ കൊണ്ട്, താല്പര്യങ്ങളെ കൊണ്ട് നരകത്തിന് മറയിടപ്പെട്ടിരിക്കുകയാണ്. വെറുക്കപ്പെട്ട, താല്പര്യമില്ലാത്ത, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് സ്വർഗവും മറയിടപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തെയും നരകത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ലോകാവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അതൊക്കെ മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട്, അബുൽ ബശറാണല്ലോ, മനുഷ്യപിതാവാണല്ലോ, ആദം നബിയോട് അല്ലാഹു പറഞ്ഞല്ലോ, യാ ബനി യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്ത് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം ആദം നബിക്കും ആദം നബിയുടെ ഇണയായ നമ്മുടെ മനുഷ്യ മാതാവായ ഹവ്വ റളിയല്ലാഹു അൻഹ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ വേളയിൽ സ്വർഗ്ഗ നരകങ്ങളെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രഹണ നമസ്കാരത്തിൽ ഒരൽപ്പം മുന്നിലേക്ക് പോയി, ഒരൽപ്പം പിന്നിലേക്കും പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിപരീതമായിട്ട് മുന്നിലേക്കും പിന്നിലേക്കും പോകുന്നത് കണ്ടപ്പോൾ നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നബി എന്താ സംഭവിച്ചത്? താങ്കൾ നമസ്കാരത്തിൽ അങ്ങനെ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മറുപടി കൊടുത്തത്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ എന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കാണിച്ചു തന്നു. ആ സ്വർഗ്ഗത്തിലെ സുഖാനുഭൂതികൾ കണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നിലേക്ക് പോകുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടത്. അതേ നിമിഷം അല്ലാഹു എന്റെ മുമ്പിൽ നരകം കാണിച്ചു തന്നപ്പോൾ അതിന്റെ ഭയാനകത കണ്ട് പിന്നിലേക്ക് മാറുന്നതായിട്ടാണ് നിങ്ങൾ കണ്ടത്. ഇത് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലൗ റഅയ്തും മാ റഅയ്തു, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ട നരകമെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ കണ്ട അവസ്ഥയെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ലളഹിത്തും ഖലീലാ വലബകൈതും കസീറാ, ജീവിതത്തിൽ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നിങ്ങൾക്ക് സമയമുണ്ടാവുകയില്ല. ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ധാരാളം വലബകൈതും കസീറാ, ധാരാളമായി ജീവിതം മുഴുവൻ നിങ്ങൾ നീറി വിഷമിച്ചുകൊണ്ട് കരഞ്ഞു തീർക്കുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? അപ്പോ ഞാൻ ഇതൊക്കെ പറഞ്ഞതിനാ, ഇതൊക്കെ അല്ലാഹു സംവിധാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആൻ സൂറത്ത് ഫജ്റിലൂടെ പഠിപ്പിച്ചല്ലോ, വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ. ലോകാവസാന നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറെന്ന കാഹളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള മലക്ക് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കാഹളത്തിൽ ഊതി ഒന്നാമത്തെ ഊത്തിൽ ഇവിടെ എല്ലാം നശിക്കും, എല്ലാം തകർന്ന് തരിപ്പണമാക്കപ്പെടും. കുല്ലു മിൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഊത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഊത്തിനു വേണ്ടി ആ മലക്കിനെ ഏൽപ്പിക്കുകയും ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാഹളത്തിൽ ഊതുകയും ചെയ്താൽ എല്ലാവരും മണ്ണിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. പുതിയ ലോകമൊന്നുമില്ല. ഒന്നാമത്തെ ഊത്തിൽ തന്നെ ഈ പച്ചപ്പും എല്ലാം അല്ലാഹു തുടച്ചു നീക്കി ഇതൊരു മൊട്ടയായ ഒരു ഭൂമിയാക്കി മാറ്റും. സൂറത്തുൽ കഹ്ഫ് നമ്മളൊന്ന് പാരായണം ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തെ അര പേജ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫുൾ പേജിന്റെ തുടക്കത്തിൽ ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഈ പച്ചപ്പ് ഇതൊക്കെ ഈ ദുനിയാവിൽ ജീവിക്കുവാൻ ആനന്ദിക്കുവാൻ അല്ലാഹു നൽകിയ സൗകര്യങ്ങളാണ്. അതിനെല്ലാം തുടച്ചു നീക്കിയിട്ട് ഇതിനൊരു മൊട്ടയായ ഭൂമിയാക്കി മാറ്റും. അങ്ങനെ രണ്ടാമത്തെ ഊത്ത് സംഭവിച്ചാൽ ഖബറിന്റെ അടിയിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. പിന്നെ കുറ്റവാളികൾ അന്ന് പറഞ്ഞു പോകും, ആരാ ഞങ്ങളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്? അവർ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ ലോകം തന്നെയാണ്. അന്ന് സൂര്യൻ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ ഒരു ചാൺ മുകളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രയാസത്തിന്റെ കാഠിന്യം താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഓരോ അമ്പിയാക്കന്മാരെയും കണ്ട് വിചാരണക്കെടുക്കുവാൻ വേണ്ടി നിങ്ങളൊന്ന് ശുപാർശ ചെയ്യും. അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങളോളം സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച് അല്ലാഹുവും മലക്കുകളും വരുന്ന രംഗമാണ് സൂറത്തുൽ ഫജ്ർ വിശദീകരിച്ചത്. വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ യതദക്കറുൽ ഇൻസാനു വഅന്നാ ലഹു ദിക്റാ. അല്ലാഹു മലക്കുകളൊക്കെ ഇങ്ങനെ വരിവരിയായിട്ട് മലക്കുകൾ ഇങ്ങനെ ഒരാൾക്ക് പിന്നിൽ ഒരാളായിട്ട് സഫായിട്ട് എന്തെയും വരും. അവർ വരുന്നത് നരകത്തെയും കൊണ്ട് വലിച്ചുകൊണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ആ നരകത്തിന്റെ മുകളിലൂടെ ഒരു പാലമുണ്ട്. ആ പാലമാണ് സിറാത്ത് പാലം. അതിലൂടെയാണ് ഇടിമിന്നൽ വേഗത്തിലൂടെയും അതുപോലെ തന്നെ ഓടിയും അതുപോലെ തന്നെ നടന്നും എഴഞ്ഞുമെല്ലാം വിശ്വാസികളായ ആളുകൾ കടന്നു പോവുകയും അതിലൂടെ കടന്നു പോകാൻ കഴിയാത്തവരെയെല്ലാം ആ നരകത്തിന്റെ മുകളിലുള്ള സിറാത്ത് പാലത്തിന്റെ കുളത്തുകൾ അവരെ വലിച്ചിടുകയും ചെയ്യുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ആ ഇടിമിന്നൽ വേഗത്തിലും ഓടിയും ചാടിയും നടന്നുമെല്ലാം എഴഞ്ഞുമൊക്കെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. ഇതൊക്കെ തയ്യാറാക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെ സ്വർഗത്തെയും നരകത്തെയും എല്ലാം പടച്ചു കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ജിബ്രീലേ നീ ഒന്ന് പോയിട്ട് സ്വർഗം ഒന്ന് കണ്ടിട്ട് വാ. സുഖാനുഭൂതികൾ പ്രവർത്തിച്ചു പിന്നെ നന്മകൾ പ്രവർത്തിച്ചവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട സുഖാനുഭൂതികൾ നിറഞ്ഞ ആ സ്വർഗം ഒന്ന് നീ പോയി കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, സ്വർഗത്തെ പടച്ചതിന് ശേഷം അപ്പൊ അത് കഴിഞ്ഞുപോയി. സ്വർഗത്തെ പടച്ചു. നമുക്കൊക്കെ പടക്കുന്നതിന് മുമ്പേ പടച്ചിട്ട് ആ കാലഘട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കാൻ, നീ പോയിട്ട് സ്വർഗം ഒന്ന് കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി കണ്ടു, സ്വർഗം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അല്ലാഹുവോട് പറയാം, അല്ലാ ഈ സ്വർഗം കണ്ട ഒരാളും ഇതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയില്ല. അല്ലാ അത്രയും സുഖാനുഭൂതിയാണ്, അത്രയും ആനന്ദം നിറഞ്ഞ ലോകമാണ് സ്വർഗം. ഈ ദുനിയാവിനെ കുറിച്ച് നമുക്കറിയാം. ഈ ദുനിയാവിന്റെ ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും കഴിഞ്ഞു പോകുമ്പോ പുതിയ പുതിയ അത്ഭുതങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ അത് നേടണം, ദുനിയാവിൽ ഇത് നേടണം. അങ്ങനെ ദുനിയാവിന്റെ സുഖാനുഭൂതികൾക്ക് പിന്നാലെ നമ്മളെല്ലാം മത്സരിക്കുമ്പോൾ, നമ്മളെല്ലാം ഓടുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നു, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ 100% മാത്രമാണ് ഈ ദുനിയാവിലെ ഉള്ളൂ. എന്ത് കാര്യങ്ങൾ കണ്ടുപിടിച്ചാലും എന്ത് സെറ്റപ്പുകൾ ഈ ദുനിയാവിലുണ്ട് എങ്കിലും അതെല്ലാം അല്ലാഹുവിന്റെ 100% മാത്രമാണ്. ബാക്കി 99% അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി പ്രതിഫലമായി നൽകപ്പെടുവാൻ വേണ്ടി അല്ലാഹു പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലെ? അപ്പൊ ദുനിയാവ് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ആ സ്വർഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ സ്വർഗം കണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാം, അല്ലാഹ് ഈ സ്വർഗം കണ്ട ഒരാളും ഇതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ആ സ്വർഗത്തിന് മറയിടാൻ പറഞ്ഞു. അങ്ങനെ മറയിട്ടു, വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് സ്വർഗത്തിന് മറയിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജിബ്രീലേ, നീ ഒന്നും കൂടെ പോയിട്ട് സ്വർഗം കണ്ടിട്ട് വാ, നീ ഒന്നും കൂടെ പോയിട്ട് സ്വർഗം കണ്ടിട്ട് വാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമതും പോയിട്ട് സ്വർഗം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹ് ഇങ്ങനെയാണെങ്കിൽ ഒരാളും ആ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലട്ടോ. ആദ്യം പറഞ്ഞെന്താ? സ്വർഗം കണ്ട ഒരാളും പിന്നെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുക, അന്ന് മറയില്ല, അപ്പം മറയില്ല. രണ്ടാമത് വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് മറയിടപ്പെട്ടു. എന്നിട്ടാണ് രണ്ടാമത് പോയിട്ട് കാണുന്നത്, ഇങ്ങനെയാണെങ്കിൽ ഈ സ്വർഗത്തിൽ ഒരാളും പ്രവേശിക്കുകയില്ല. അതാണ് റസൂൽ പറഞ്ഞത്, വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരി, വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് സ്വർഗം അത് മറയിടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പിന്നെ പറഞ്ഞു, ജിബ്രീലേ, കുറ്റവാളികൾക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള, കുറ്റവാളികൾക്ക് പ്രതിഫലമായിട്ട് നൽകുവാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകമൊന്ന് നീ പോയി കണ്ടുവരണം ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി കണ്ട് തിരിച്ചു വന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹ് നരകം അതിഭയാനകരമാണ്, ഇത് കണ്ട, ഇതിനെ കുറിച്ച് പഠിച്ച, ഇതിനെ കുറിച്ച് കേട്ട ഒരാളും ആ നരകത്തിൽ പ്രവേശിക്കുകയില്ല അല്ലാഹ്. അത്ര ഭയാനകരമായ ഒരു അവസ്ഥയാണ് അല്ലേ? എന്നിട്ട് പിന്നെ വഹുജിബത്തിന്നാർ ബിശ്ശഹവാത്ത്, ഇച്ഛകളെ കൊണ്ട്, താല്പര്യങ്ങളെ കൊണ്ട്, ഇഷ്ടങ്ങളെ കൊണ്ട് നരകത്തിന് മറയിടപ്പെട്ടു. നീ രണ്ടാമത് പോയിട്ട് നരകം കണ്ടിട്ട് വാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയിട്ട് തിരിച്ചു വന്നിട്ട് അല്ലാഹുവോട് പറയാം, അല്ലാഹ് ഇങ്ങനെയാണെങ്കിൽ ഒരാൾ പോലും ആ നരകത്തിൽ പ്രവേശിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല അല്ലാഹ്. കോടാനുകോടി മനുഷ്യന്മാരിൽ എല്ലാവരും ആ സ്വർഗത്തിൽ പോകുന്നവർ നരകത്തിൽ പ്രവേശിച്ചിട്ടേ അല്ലാഹ് ആ നരകത്തിൽ നിന്ന് അവർക്ക് മോചനം ഉണ്ടാവുകയുള്ളൂ. അതിൽ ശിക്ഷ അനുഭവിക്കാത്ത ഒരാളും ഈ ലോകത്തുണ്ടാവുകയില്ല അല്ലാഹ്. അല്ലേ? കുറഞ്ഞ വാക്കുകളേ ഉള്ളൂ. ഇഷ്ടങ്ങളെ കൊണ്ട് നരകത്തിന് മറയിടപ്പെട്ടു. അതുപോലെ തന്നെ വെറുക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്തു? സ്വർഗത്തിന് മറയിടപ്പെട്ടു. എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഒരു ചെറിയ വാക്കുകളുടെ ആശയം? ഒരുപാട് പാഠങ്ങളുള്ള ഹദീസ, ഒരുപാട് ചിന്തിക്കാനുള്ള ഹദീസ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസുകളിലൂടെയെല്ലാം, ഈ വർത്തമാനങ്ങളിലൂടെയെല്ലാം നമ്മളെ പഠിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന് മറയിടപ്പെട്ടിട്ടുണ്ട്. ആ സ്വർഗത്തിന്റെ മറയെന്താ? അത് പ്രയാസമുള്ള, വെറുക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ആ വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ട്, ആ വെറുക്കപ്പെട്ട കാര്യങ്ങൾ നാം പ്രവർത്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ആ സ്വർഗത്തിന്റെ മറ നീക്കിയിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കണം. അതിന് കുറച്ച് പ്രയാസം ആവശ്യമുണ്ട്. വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ചെയ്തിട്ട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് ആ സ്വർഗത്തിന്റെ മറ നീക്കി ആ സ്വർഗത്തിൽ നമ്മൾ പ്രവേശിക്കണം. ആ പ്രയാസം അനുഭവിക്കാത്ത, ആ ജീവിതത്തിൽ ത്യാഗങ്ങൾക്ക് തയ്യാറാകാത്ത ഒരാൾക്കും സ്വർഗത്തിന്റെ മറ നീക്കാൻ കഴിയില്ല. പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഷ്ടങ്ങളെ കൊണ്ട്, താല്പര്യങ്ങളെ കൊണ്ട്, ഇച്ഛകളെ കൊണ്ട് അത് തീർച്ചയായിട്ടും നരകത്തിന് മറയിടപ്പെട്ടിരിക്കുകയാണ്. അഥവാ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ അത് തീർച്ചയായിട്ടും അത് പ്രയാസമുള്ള കാര്യമല്ല, നമുക്ക് എളുപ്പത്തിൽ നരകത്തിൽ പ്രവേശിക്കാം. ഇതാണ് ആശയം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കുറച്ച് പ്രയാസം, നരകത്തിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാണ്. നമുക്ക് കുറച്ചൊക്കെ പ്രതിസന്ധിയും കഷ്ടപ്പാടും വേദനയും ഒക്കെ അനുഭവിച്ചെങ്കിലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നരകത്തിലേക്ക് പ്രവേശിക്കാൻ അത്ര കണ്ട് പ്രയാസങ്ങളൊന്നുമില്ല. നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ മതി. എന്താ? നമുക്ക് നരകത്തിലേക്ക്, ആ നരകത്തിന്റെ മറനീക്കി നരകത്തിൽ പ്രവേശിക്കാം എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ? നമ്മളൊന്ന് ആലോചിക്കുക. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാം,
അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാം. നമ്മുടെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് വെറുക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹ്നെ മാത്രം ആരാധിക്കുക, അതുപോലെ തന്നെ നിസ്കരിക്കുക. സുന്നത്തും ഫർളുമായ ഒരുപാട് പിന്നെ നമസ്കാരങ്ങളുണ്ടല്ലോ. ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ 22 റക്അത്ത് സുന്നത്ത് നമസ്കാരങ്ങൾ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ 12 റക്അത്ത് റവാത്തിബ് സുന്നത്തുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ചുരുങ്ങിയത് 22 നമുക്ക് നിസ്കരിക്കാൻ കഴിയുകയാണ് എങ്കിൽ അതിന്റെ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാം. ചുരുങ്ങിയത് ഇനി 22 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ റവാത്തിബ് സുന്നത്തെങ്കിലും നിസ്കരിച്ചാൽ അവന് സ്വർഗ്ഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ എത്ര ആൾക്കാരാ പിന്നെ ഈ റവാത്തിബ് സുന്നത്തുകളും മറ്റുള്ള സുന്നത്തുകളും ഒക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നവർ എത്ര ആൾക്കാരുള്ളത്? ഫർളാക്കപ്പെട്ട നോമ്പുകളുണ്ട്, സുന്നത്താക്കപ്പെട്ട നോമ്പുകളുമുണ്ട്. ശഅബാൻ മാസം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസമാണ് എന്ന് കൃത്യമായ സ്വഹീഹായ ഹദീസുകളിലൂടെ വന്നിട്ടുള്ള കാര്യമാണ്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ടുള്ള മാസമാണ് ശഅബാൻ മാസം. ആ ശഅബാൻ മാസത്തിലാണല്ലോ ഞാനും നിങ്ങളും ഉള്ളത്. എത്ര കണ്ട് ഇത്തരം ഇബാദത്തുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ദാനം ചെയ്യുക, സദഖ കൊടുക്കുക, ഈ രൂപത്തിൽ ഒരുപാട് നന്മകളുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ ഓതുക, അതുപോലെ തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് നല്ല നല്ല സ്വഭാവങ്ങൾ, കൈകൊള്ള ക്ഷമിക്കുന്നവരായിട്ട് മാറുക. ഏത് പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കുക, അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കുക. അങ്ങനെ ഒരുപാട് നന്മകൾ അല്ലെ. ഈ നന്മകളൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വെറുക്കപ്പെടുന്ന കാര്യങ്ങളാണ്, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് താല്പര്യമില്ല എങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചതാണല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണല്ലോ. താല്പര്യമില്ലെങ്കിലും ഇഷ്ടമില്ലെങ്കിലും അത് ചെയ്ത് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വർഗത്തിന്റെ മറ നീക്കി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കുള്ള ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? തിന്മകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളായി പഠിപ്പിച്ച കാര്യങ്ങൾ വ്യഭിചാരം, പലിശ വാങ്ങുക, പലിശ കൊടുക്കുക, ഹറാമുകൾ കാണുക, ഹറാമുകൾ കേൾക്കുക, ഹറാമുകൾ സംസാരിക്കുക, പരദൂഷണം പറയുക, നമീമത്ത് പറയുക, ഈ രൂപത്തിലുള്ള തിന്മകൾ നമുക്ക് വല്ലാത്ത താല്പര്യമുള്ള വിഷയങ്ങളാണ്. നിങ്ങൾക്കുള്ള ഇച്ഛകളെ കൊണ്ട്, ഇഷ്ടങ്ങളെ കൊണ്ട് നരകത്തെ നാം മറയിടപ്പെട്ടിരിക്കുകയാണ്. അഥവാ വ്യഭിചാരം നരകത്തിന്റെ മറയാണ്. നമുക്ക് താല്പര്യമുള്ള വിഷയമാണ് പലിശ, അത് നരകത്തിന്റെ മറയാണ്. അത് വാങ്ങാനും അത് കൊടുക്കാനും അതുമായിട്ട് ഇടപെടാനും സമ്പാദിക്കാനുണ്ടോ എന്ന ചിന്തയോടുകൂടി വളരെയധികം താല്പര്യം നമ്മളെല്ലാം കാണിക്കുന്ന വിഷയങ്ങളാണ്. ഇങ്ങനെ ഏതേത് തിന്മകൾ നമ്മൾ പരിശോധിച്ചാലും എല്ലാം ഈ നരകത്തിന്റെ മറകളാണ്. ആ താല്പര്യമുള്ള വിഷയങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നതിലൂടെ നരകത്തിന്റെ മറ നീങ്ങുകയാണ്. അഥവാ എളുപ്പം നമ്മൾ നരകത്തിലേക്ക് പ്രവേശിക്കുകയാ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നാം ഒഴുക്കപ്പെടുന്ന കാര്യങ്ങളോട് നമുക്ക് ഇഷ്ടമുണ്ടാകാം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മയായി പഠിപ്പിച്ച കാര്യങ്ങൾ നമുക്കത് പ്രവർത്തിക്കാൻ താല്പര്യമില്ല, അതിനോടൊക്കെ വെറുപ്പ എങ്കിൽ പോലും അതിനോടൊക്കെ നമുക്കൊരു ഇഷ്ടമുണ്ടാക്കണം. നാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരുപാട് തിന്മകൾ, അതിനോടെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കണം. അതിനുള്ള 1-2 മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം ഈമാൻ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാക്കുക. സ്വഹാബത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, വഅലമു അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതിഉകും ഫീ കസീരിൻ മിനൽ അംരി ലഅനിതും വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈകുമുൽ ഈമാന വസയ്യനഹു ഫീ ഖുലൂബികും. അല്ലാഹു അവർക്ക് ഈമാനിനെ അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുത്തി. അത് അവർക്കൊരു അലങ്കാരമായിട്ട് മാറി. ഈമാൻ അവർക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അലങ്കാരമാക്കി. അങ്ങനെയായി അവർ കുഫ്റിലായിരുന്നു, അവർ തോന്നിവാസങ്ങളിലായിരുന്നു, എല്ലാത്ത മാടിത്തരങ്ങളും പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അത് അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ഹൃദയത്തിന്റെ ഉള്ളിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട്
ഒരു വിശ്വാസിയായി ജീവിച്ചപ്പോ, അവരുടെ ഹൃദയം ഈമാൻ കൊണ്ട് നിറക്കപ്പെട്ടപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, പിന്നെ അവർക്ക് കുഫറിനോടും മറ്റുള്ള തോന്നിയാസങ്ങളോടും മറ്റുള്ള തിന്മകളോടെല്ലാം അവർക്ക് ഒരു വെറുപ്പായിട്ട് മാറി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു. തിന്മകളോട് നമുക്ക് താല്പര്യമല്ല ഉണ്ടാകേണ്ടത്, തിന്മകളോട് നമുക്ക് വെറുപ്പുണ്ടാകണം. അല്ലാഹു ഹറാമാക്കിയവയോട് നമുക്ക് വെറുപ്പുണ്ടാകണം. അതിന് ആദ്യമായിട്ട് നമുക്കുണ്ടാകേണ്ടത് ആ ഒരു ഈമാനാണ്, ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ഈമാൻ. അതോടൊപ്പം ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ നാം ഇഷ്ടത്തോടു കൂടി കാണുന്ന, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുത് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അവയോട് നമുക്ക് താല്പര്യം കാണിച്ചുകൊണ്ട് അത്തരം തിന്മകൾ നാം പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോ, ഈ തെറ്റ് ഞാൻ പ്രവർത്തിച്ചാൽ, അരുത് എന്ന് പറഞ്ഞ ഈ തിന്മ ഞാൻ പ്രവർത്തിച്ചാൽ അതിന്റെ അനന്തരഫലത്തെ കുറിച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, കുറ്റവാളികൾക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കിയ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ തീ കൊണ്ടുള്ള ഒരു ചെരുപ്പ് അവന്റെ കാലിൽ ധരിക്കും. ആ ചെരുപ്പ് ധരിച്ചാൽ, ആ ഷൂ ധരിച്ചാൽ അവന്റെ തലച്ചോറ് കിടന്ന് തളയ്ക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ചെറിയ ശിക്ഷ, ഏറ്റവും ചെറിയ ശിക്ഷ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അല്ലെ? അപ്പൊ ബാക്കിയുള്ള ശിക്ഷകളെ കുറിച്ച് ആലോചിക്കും. അല്ലാ, ഞാൻ ഈ തിന്മ ചെയ്താൽ നാളെ പരലോകത്തിലെ എന്റെ അവസ്ഥ എന്താണ്? ഇത് കാണാനും കേൾക്കാനും പറയാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. പക്ഷേ അരുത് എന്നുള്ള പഠിപ്പിച്ചതാണല്ലോ, ഇവയെല്ലാം തിന്മകളാണല്ലോ. ഇത് ഞാൻ പ്രവർത്തിച്ചാൽ നാളെ പരലോകത്ത് എന്റെ അവസ്ഥ എന്താ? അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ തിന്മകൾ നമ്മളെ മാടി വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ ആ തിന്മകളോട് നമുക്ക് വെറുപ്പായിട്ട് മാറും. അതൊക്കെ കാണാനൊക്കെ പ്രവർത്തിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമുണ്ട്. പക്ഷേ അതിന് അനന്തരഫലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അതിനോട് വെറുപ്പുണ്ടാകണം. ഈ രൂപത്തിലല്ല. ഒരു നന്മ നമ്മളിലേക്ക് വരുമ്പോ, ഒരു നന്മ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ, ഈ നന്മ ഞാൻ ചെയ്യുമ്പോ എന്റെ സൃഷ്ടാവിന്റെ സ്നേഹമാണല്ലോ ഇതിലൂടെ എനിക്ക് കിട്ടുന്നത്, എന്റെ റബ്ബിന്റെ ഹുബ്ബാണല്ലോ എനിക്ക് കിട്ടുന്നത്. ലോകത്താരും എന്നെ വെറുത്താലും വേണ്ടില്ല, എന്റെ റബ്ബ് എന്നെ സ്നേഹിക്കണം. ഈ പ്രവർത്തനം ഞാൻ ചെയ്താൽ എനിക്ക് അല്പം താല്പര്യ കുറവുണ്ട്, എനിക്ക് മടിയൊക്കെ ഉണ്ട്, അലസതയുണ്ട്. എന്നാൽ പോലും ഇത് ഞാൻ പ്രവർത്തിച്ചാൽ എന്റെ റബ്ബിന്റെ സ്നേഹം എനിക്ക് ലഭിക്കുമല്ലോ. ആര് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും, ആര് എന്നെ വെറുത്താലും എന്റെ റബ്ബിന്റെ സ്നേഹം കിട്ടാ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതൊന്നും എനിക്കില്ല. അതുകൊണ്ട് വെറുപ്പാണെങ്കിൽ പോലും, താല്പര്യമില്ല എങ്കിൽ പോലും എന്റെ റബ്ബിന് വേണ്ടി, എന്റെ റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഞാനത് ചെയ്യാണ്. ഇങ്ങനെയാണ് നാം വെറുക്കുന്ന കാര്യങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടമാക്കി ഉണ്ടാക്കുക, ഇഷ്ടമുള്ളതാക്കി മാറ്റുന്നത് ഈ രൂപത്തിലാണ്. അങ്ങനെ എല്ലാം നന്മകളിൽ സജീവമാക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാം ശീലമാക്കുക ജീവിതത്തിൽ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കുക. അതായത് നിസ്കാരം, മറ്റുള്ള കാര്യങ്ങളും നമുക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അത് ചെയ്ത് 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 ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശീലമാക്കി മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്മകളിൽ മുന്നേറാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ സ്വർഗ്ഗത്തിന്റെ മറനീക്കി സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഏറെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ശിർക്കും കുഫറും ബിദ്അത്തുകളുമൊക്കെ. കാരണം ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത്തരം ബിദ്അത്തുകളും അനാചാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മുടെ നന്മകളെ പോലും ബാധിച്ചുകൊണ്ട് ആ നന്മകൾ പോലും പരലോകത്ത് സ്വീകരിക്കപ്പെടാത്ത ഒരവസ്ഥ, നാം മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥ പരലോകത്തുണ്ടാകും. അതുകൊണ്ട് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ നമുക്ക് ഇസ്ലാമിൽ അവകാശമില്ല. അത് നല്ലതല്ലേ, ദിക്ർ നല്ലതല്ലേ, സ്വലാത്ത് നല്ലതല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് കൊണ്ട് ജീവിക്കലല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഇസ്ലാം കൃത്യമായിട്ട് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രവാചകൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ച സ്വഹാബത്ത് അവർ നമുക്ക് മാതൃകയാണ്. പ്രിയമുള്ളവരെ, ഇവർക്കൊന്നും പരിചയമില്ലാത്ത, ഖുർആനിലില്ലാത്ത, ഹദീസിലില്ലാത്ത, സ്വഹാബത്തിന് ഒരാൾക്കും പരിചയമില്ലാത്ത ആചാരങ്ങൾ അത് പുത്തൻ ആചാരങ്ങളാണെന്ന് മനസ്സിലാക്കാനും അത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും മാറ്റി നിർത്താനും നമുക്ക് സാധിക്കണം. എന്തിനാ ഈ ഒരു മഹത്തായ ആശയം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള ശഅബാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റജബ് പവിത്രമായ മാസമാണ്, റമദാൻ പവിത്രമായ മാസമാണ്. ആ രണ്ട് മാസങ്ങൾക്കിടയിലുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു മാസം തന്നെയാണ് ശഅബാൻ മാസം. ശഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഖുത്ബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം മുഴുവൻ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് റമദാൻ മാസം. ഒരു മാസം മുഴുവൻ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ അത് റമദാൻ മാസം. എന്നാൽ ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസം ശഅബാൻ മാസമാണ്. നമ്മുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസം, ഇങ്ങനെ എല്ലാം വിശേഷിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാനുള്ള കാരണമെന്ന് നമ്മൾ ഈ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് മനസ്സിലാക്കണം. എന്നാൽ ഇതെല്ലാം നാം പഠിപ്പിക്കപ്പെട്ടു, അതെല്ലാം കൃത്യമായി നാം ചെയ്തു പോരുന്നു. ചെയ്യാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്ക് നൽകട്ടെ. ശഅബാൻ 15-ന്റെ അന്ന് പ്രത്യേകമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബറാഅത്ത് എന്ന പേരിൽ ഒരു പേരിട്ടിട്ടുണ്ട്. അന്ന് പ്രത്യേകമായ നോമ്പും അന്ന് പ്രത്യേകമായ ദിക്ർ ഹൽഖകളും സലാത്തുകളും മറ്റുള്ള തക്ബീറുകളും ഒക്കെ ചൊല്ലുന്നത് അവസ്ഥ നമ്മുടെ നാടുകളിൽ സജീവമായി അന്നത്തെ ദിവസം മാത്രം പള്ളികളിൽ മൈക്കോണാക്കുന്നു. അന്ന് പ്രത്യേകമായ ദിക്റുകളും സലാത്തുകളും ആളുകൾ കൂടുന്നു. അന്ന് പ്രത്യേകമായ നേർച്ചകളും കാര്യങ്ങളും ഒക്കെ പള്ളിയിൽ ഭക്ഷണ പലഹാരങ്ങൾ വിളമ്പുന്നു. അങ്ങനെ ഒരു ആചാരം അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. ഇത് നമ്മൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇസ്രാ മിഅ്റാജ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. റജബ് മാസത്തിലായിരുന്നു. പിന്നെ റജബ് മാസത്തിലായിരുന്നു ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ റജബ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് എന്നതിന് ഒരു തെളിവുമില്ല. ഞാൻ പറഞ്ഞത് റജബ് മാസത്തിലാണ് മിഅ്റാജിന്റെ നോമ്പ് പലരും അനുഷ്ഠിക്കുന്നത്. ആ ഒരു മാസത്തിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, യാത്രയിലായിരുന്നു. നിങ്ങൾക്കറിയാം, ആ വിഷയം നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയത് കൃത്യമല്ല. നമ്മളവിടെ ഉറപ്പിച്ചു അത് റജബ് മാസത്തിലാണ്. എന്നിട്ട് അന്നത്തെ ദിവസം പ്രത്യേകമായിട്ടുള്ള നോമ്പ് ആര് പഠിപ്പിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണ്ടേ? ശഅബാൻ 15 പ്രത്യേകമായ ഒരു ബറാഅത്ത് രാവുണ്ട്. അത് ആര് പഠിപ്പിക്കണം? പള്ളിയിലത്തെ ഖതീബ് പഠിപ്പിച്ചാൽ മതിയോ? ഖാദിയെ പഠിപ്പിച്ചാൽ മതിയോ? ഇമാമ പഠിപ്പിച്ചാൽ മതിയോ? അല്ല നാട്ടിലെ ഏതെങ്കിലും പ്രമുഖനായ ഒരാൾ പഠിപ്പിച്ചാൽ മതി? പോരാ. ദീനുൽ ഇസ്ലാം പഠിപ്പിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാനിൽ പ്രത്യേകതയുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞ നോമ്പെടുത്തോ, ഇഷ്ടമുള്ള ശഅബാൻ 15 നിങ്ങൾ നോമ്പെടുത്തോ. അയ്യാമുൽ ബീദിന്റെ 13, 14, 15 നോമ്പ് എടുത്തൂടെ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തല്ലേ? ആ നിലക്ക് ശഅബാൻ 15 നോമ്പെടുക്കാം, യാതൊരു കുഴപ്പമില്ല. എന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസം ശഅബാൻ മാസം. ഞാൻ നോമ്പെടുക്കും എന്റെ ഹബീബിന്റെ സ്നേഹം കിട്ടാൻ. നോമ്പെടുത്തോ, കുഴപ്പമൊന്നുമില്ല. ശഅബാൻ 15 അന്ന് മാത്രം ബറാഅത്ത് രാവുന്ന പേരിലുള്ള നോമ്പ് അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അങ്ങനെ നോമ്പ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും. കാര്യങ്ങൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ശരിയായ രൂപത്തിൽ ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ, ദുനിയാവിൽ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാൻ അല്ലാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ. റഹ്മാനെ, നിന്റെ മാർഗത്തിൽ ജീവിക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, ഒന്നുപോലും വിട്ടുപോകാതെ നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറാൻ അതിനുള്ള ആരോഗ്യവും ആഫിയത്തും ഒക്കെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. റഹ്മാനെ, ഞങ്ങളുടെ ജീവിതം നന്മയിൽ സമർപ്പിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കെല്ലാം നൽകണേ. റഹ്മാനെ, ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. റഹ്മാനായ റബ്ബേ, എല്ലാവരുടെയും നല്ല മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ. റഹ്മാനെ,
ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ, മരണപ്പെട്ടു പോയുള്ള ബർസഖിയായ ലോകം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ, പ്രകാശപൂരിതമാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാം നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في فلسطين، اللهم انصر إخواننا المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم يا أرحم الراحمين، اللهم يا غفور الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.